നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മഴയൊഴിയില്ല കേരളത്തിൽ. തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി. അടുത്ത 5 ദിനം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യത. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിൽ മഞ്ഞ ജാഗ്രത. കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. കുടുംബാംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. തെക്കങ്കര വിരിപ്പാക്ക മാനങ്കോട് പുളിമരം വീടിന് മുകളിലേക്ക് വീണ് വീട് തകർന്നു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിൽ സിമന്റ് കയറ്റിയ ലോറി പാതയോരം ഇടിഞ്ഞു താഴ്ന്ന അപകടത്തിൽപ്പെട്ടു. വീട് കയറി ആക്രമണം, കവർച്ച. വലപ്പാട് പോലീസ് അകത്താക്കിയവരെ കുറിച്ച് അറിയുമ്പോൾ ഞെട്ടാതെ വയ്യ. കാപ്പ ചുമത്തിയത് 2 യുവതികൾക്കെതിരെ. തൃപ്രയാർ സ്വദേശിനി 28കാരി സ്വാതി, വലപ്പാട് സ്വദേശിനി 25കാരി ഇയാനി ഹിമ എന്നിവരാണ് പ്രതികൾ. നാട്ടിക ബീച്ച് സ്വദേശിയായ യുവാവിനെ ലോഡ്ജ് മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് പണവും സാധന സാമഗ്രികളും തട്ടിയെടുത്ത കേസിലും പ്രതികൾ. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വാഹന പരിശോധന. വലയിലായത് നിയമലംഘനവുമായി സർവീസ് നടത്തിയിരുന്ന സർക്കാർ വാഹനമടക്കം ഒട്ടേറെ വാഹനങ്ങൾ. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ആംബുലൻസുകളും സ്കൂൾ വാഹനങ്ങളും പിടിയിലായി. 5 വർഷമായി രജിസ്ട്രേഷൻ പുതുക്കാത്ത നടുത്തറ ഖാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ജീപ്പിന് 5250 രൂപ പിഴയിട്ടു. ഖജനാവിലെത്തിയത് 48,000 രൂപ. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ. വേലൂർ കുറുമാലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും യുവാവിനും കടന്നലാക്രമണത്തിൽ പരിക്ക. കുറുമാൽ ക്ഷേത്രത്തിന് സമീപം ചൊവ്വാഴ്ച കാലത്ത് 9 മണിയോടെയാണ് കടന്നലാക്രമണം. പാലപ്പിള്ളിയിൽ തുടർച്ചയായി 2ാം ദിനത്തിലും വീടിനു നേരെ കാട്ടാന ആക്രമണം. അക്കരപ്പാടി പൂഴിത്തറ സുധീറിന്റെ വീടിനു നേരെയാണ് ആക്രമണം നടന്നത്. ദേശീയപാതയാകെ തകർന്നു കിടക്കുകയാണെന്ന് സംബന്ധിച്ച മന്ത്രി കെ രാജൻ. ഉത്തരവാദികൾ നാഷണൽ ഹൈവേ അതോറിറ്റിയാണെന്ന് ആരോപണം. വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്നും റവന്യൂ മന്ത്രി. മഴ നിലച്ചാലുടൻ റീടാറിംഗ് നടത്താമെന്ന ഉറപ്പ് ലഭിച്ചതായും രാജൻ. പ്രവൃത്തികൾ കളക്ടറും കമ്മീഷണറും SP-യും അടങ്ങുന്ന സമിതി നിരീക്ഷിക്കും. നിലവിൽ സർവീസ് റോഡിൽ നടക്കുന്നത് കുഴികളിൽ നിന്ന് കുഴികളിലേക്കുള്ള യാത്രയെന്നും മന്ത്രി. നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് അറ്റൻഡേഴ്സ് ദിനത്തിൽ മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആഘോഷമേളം. നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദം വാനോളം. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PV സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ കലാപരിപാടികൾ ആഹ്ലാദ ആരവമായി. ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട ട്രാവലർ പാടശേഖരത്തിലേക്ക് മറിഞ്ഞ അപകടം. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ തൊമ്മാന പാടശേഖരത്തേക്കാണ് ട്രാവലർ ഓടിയിറങ്ങിയത്. മണപ്പുറം ഫിനാൻസിന്റെ ജീവനക്കാരുമായി പോയിരുന്ന ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. നിരന്തര അപകട മേഖലയിലാണ് വീണ്ടും അപകടം. ഒഴിവായത് വൻ ദുരന്തം. കനത്ത മഴയിൽ തെക്കങ്കര പഞ്ചായത്തിലെ വിരുപ്പാക്ക പേരേപ്പാറ ഡാം ജലാശയം ജലസമൃദ്ധം. കൽക്കെട്ടിനൊപ്പം നിറഞ്ഞു വെള്ളം. വലിയ അപകട ഭീതിയായി. സുരക്ഷയും ഡാം പരിപാലനവും പഞ്ചായത്ത് ഏറ്റെടുത്ത് ഡാം സംരക്ഷിക്കാത്തതിൽ ജനകീയ പ്രതിഷേധം ശക്തം. ഡാമിനുള്ളിൽ നിറയെ രാജകീയ വൃക്ഷങ്ങൾ, തേക്കും വീട്ടിയും ജലാശയത്തിൽ കിടന്ന് നശിക്കുന്നു. സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലിന് ഒരുങ്ങുന്നു. നിലമ്പൂരിൽ പ്രചരണം കൊട്ടിക്കലാശിച്ചു. കേരളത്തിന്റെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി 5 മാസം മാത്രം ബാക്കി. നവംബർ 15-നും ഡിസംബർ 15-നും ഇടയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സൂചന. ഒരുക്കങ്ങൾ ആരംഭിച്ച മുന്നണികൾ. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ ചടുല പ്രചരണത്തിന്റെ ദിനങ്ങൾ. തൃശൂർ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നിയോജക മണ്ഡല കരട് വിഭജന പബ്ലിക് ഹിയറിംഗ് 23-ന്.